എല്ലാവർക്കും നമസ്കാരം. 2025 കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം 4-ാം പാദം പൂയം ആയില്യം നക്ഷത്ര ജാതർക്ക് ഗ്രഹഗോചരവശാൽ അനുഭവിക്കേണ്ടി വരുന്ന ചില ഫലങ്ങളെപ്പറ്റി സാമാന്യമായ ഒരു ബോധമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ് ഈ വീഡിയോ. അവർക്ക് ഗ്രഹമാറ്റം കൊണ്ടുണ്ടാകുന്ന ചില ദോഷഫലങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങളും നിർദ്ദേശിക്കാം എന്ന് വിചാരിക്കുന്നു. ഇവർക്കിപ്പോൾ വ്യാഴം 11-ാം ഭാവത്തിലും ശനി 8-ാം ഭാവത്തിലും രാഹു 9-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ ഇഷ്ടകാര്യത്തിന് ആനുകൂല്യവും വിശേഷാൽ സ്ഥാനപ്രാപ്തിയുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് വ്യാഴത്തിൻ്റെ ലാഭസ്ഥാനത്തെ സ്ഥിതി അവർക്ക് സന്തോഷപ്രദമായ ഒരു ജീവിതം തന്നെയാണ് അവർ മുന്നോട്ട് നയിക്കുന്നത്. അതിൽ എന്നാൽ ശനിയുടെ അഷ്ടമത്തിലെ സ്ഥിതി ചില ആരോഗ്യ ക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഈ വ്യാഴം അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് അത് അനുഭവപ്പെടുവാൻ സാധ്യതയില്ല. പിന്നെ അതുപോലെ തന്നെ രാഹു 9-ാം ഭാവത്തിലുണ്ട്. അത് ചില ധർമ്മപ്രവൃത്തിക്കൊക്കെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കും. അതുപോലെ തന്നെ ചില വൈരങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത ഈ രാഹു അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാലും വിശേഷാൽ ചില സ്ഥാനപ്രാപ്തിയും ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ ജയം, ധനവസ്ത്രാദി ലബ്ധി, കാര്യങ്ങളിലൊക്കെ ഒരു സഫലതയും സ്ഥാനക്കയറ്റവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് അവർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് മാർച്ച് 29 കൂടി ശനി 8-ാം ഭാവത്തിൽ നിന്നും 9-ാം ഭാവത്തിലോട്ട് മാറുന്നു. ശനിയുടെ സ്ഥിതി കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവർക്ക് അനുകൂലമായിരുന്നില്ല. ശനി കണ്ടകശനിയായിട്ടും അഷ്ടമശനിയായിട്ടും നിന്നുകൊണ്ട് ഇവർക്ക് ചില കഷ്ടനഷ്ടങ്ങളും ആരോഗ്യാദി ക്ലേശങ്ങളുമൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 6 മാസമായിട്ട് വ്യാഴം അനുകൂലമാണെങ്കിൽ പോലും ഈ ശനിയുടെ സ്ഥിതി അത്ര ഗുണകരമായിരുന്നില്ല. എന്നാൽ ഇനിയിപ്പോൾ ഈ ശനി 9-ലോട്ട് മാർച്ച് 29-ന് ശനി രാശി മാറുകയാണ്. അത് ഇവർക്ക് അനുകൂലമായിട്ട് വരും. ഭാഗ്യസ്ഥാനത്തുള്ള ഈ ശനിയുടെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണെന്ന് വേണം പറയുവാൻ. എന്നാൽ വ്യാഴം മെയ് 14-ന് വ്യാഴം ലാഭസ്ഥാനത്ത് നിന്നും വ്യയസ്ഥാനത്തിലേക്കാണ് മാറുന്നത്. ഇത് അവർക്ക് ഇപ്പോഴുള്ള ഒരു അനുകൂല അവസ്ഥയിൽ നിന്നും മാറി ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഇവർക്ക് അല്പം അധിക ചെലവും അവിചാരിത ചെലവുകളുമൊക്കെ ഈ വ്യാഴം മാറുന്നതോടുകൂടി ഉണ്ടായേക്കാം. ദൂരയാത്ര വേണ്ട സാഹചര്യങ്ങൾ ഒന്നിലധികം തന്നെ ഉണ്ടായേക്കാം. വാഹനത്തിന് അപ്രതീക്ഷിതമായൊരു ചെലവും പഴയ വാഹനമൊന്നും വാങ്ങുവാൻ പറ്റിയ വർഷമല്ല താനും. ഗൃഹത്തിന് അവിചാരിതമായി പണി വരാൻ സാധ്യതയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തണം. ഗൃഹകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നും സംശയിക്കണം. അപ്പോൾ ഇങ്ങനെ ഈ വ്യാഴം അനുകൂലമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതിനാൽ തന്നെ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. അതിനായിട്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വ്യാഴത്തിന് വ്യാഴാഴ്ച ദിവസം തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും അർച്ചന നടത്തുന്നതുമൊക്കെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ ലക്ഷ്മി സമേതനായ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുകയും എന്നതുവഴിയും വ്യാഴപ്രീതി ഉണ്ടാക്കിയെടുക്കാം. 12-ൽ വരുന്ന ഈ വ്യാഴ മൂലമുണ്ടാകുന്ന അധിക ചെലവും എല്ലാം നിയന്ത്രിക്കുവാൻ കഴിയും. ലക്ഷ്മി സമേതനായ വിഷ്ണു പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദർശനം നടത്തി ഒരു മുഹൂർത്തകാലം, അതായത് 48 മിനിറ്റ് നേരമെങ്കിലും പ്രാർത്ഥിക്കുക. സമർപ്പണ മനോഭാവത്തോടെ പ്രാർത്ഥിച്ചാൽ വിഷ്ണു ലക്ഷ്മി ചൈതന്യം സൂക്ഷ്മ ശരീര സ്പന്ദനങ്ങളെ ശക്തമാക്കും. ഈ ശക്തി വരുമാനത്തിലെ തടസ്സം നീക്കും. 12-ലെ വ്യാഴം വരുത്താൻ സാധ്യതയുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ അതിജീവിക്കാൻ ദിവസവും ശ്രീലക്ഷ്മി ശ്രീ വിഷ്ണു അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുന്നത് ഉപകാരപ്പെടും. ദോഷങ്ങൾ നീങ്ങും എന്ന് മാത്രമല്ല, ശരിയായ തീരുമാനമെടുക്കുവാൻ ഈശ്വര സഹായം ലഭിക്കുകയും ചെയ്യും. 2025-ലെ ശ്രദ്ധേയമായ മറ്റൊരു ഗ്രഹമാറ്റം എന്നത് വ്യാഴത്തിന് ഒക്ടോബർ 17-ന് ഉള്ള രാശിമാറ്റമാണ്. അപ്പോൾ ഇത് മിഥുനം രാശിയിൽ നിന്നും ഈ വ്യാഴം ഉച്ചസ്ഥനായി കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നു. അത് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം തന്നെയാണ്. എന്തെന്നാൽ ഇവർക്ക് വ്യയഭാവത്തിൽ നിന്നിരുന്ന ഈ വ്യാഴം കുറച്ചൊരനുകൂലമായി അവരുടെ ജന്മത്തിലോട്ട് വരുന്നു. ആ ഒരു കാലഘട്ടം
ഇവർക്കൊരു പക്ഷേ അവർക്ക് നടക്കാതിരിക്കുന്ന വിവാഹത്തിനും മറ്റ് വിവാഹ സംബന്ധമായ ക്ലേശങ്ങൾക്കൊക്കെ ഒരു ആകുവാനുമൊക്കെ ഈ ഒരു 2 മാസക്കാലം ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒക്ടോബർ 17-ന് ഈ വ്യാഴം മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് വരികയും തിരിച്ച് ഡിസംബർ 6-ന് വക്രഗതിയിൽ വീണ്ടും ഇവർക്ക് ഈ വ്യാഴം 12-ലേക്ക് രാശി മാറുന്നു. അത് 2026 ജൂൺ വരെ ഇങ്ങനെ ഇവർക്ക് 12-ൽ തന്നെ സ്ഥിതി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഇടയ്ക്കുള്ള ഈ 2 മാസക്കാലം, അതായത് ഒക്ടോബർ 17 മുതൽ ഡിസംബർ 6 വരെ ഉള്ളൊരു കാലം ഇവർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതും മനസ്സിൽ വയ്ക്കണം. മറ്റൊരു വസ്തുത, ഇവർക്ക് അഷ്ടമത്തിൽ തടസ്സം ചെയ്തുകൊണ്ട് നിന്നിരുന്ന ശനി അവിടുത്തെ തടസ്സങ്ങളൊക്കെ മാറ്റി 9-ലോട്ട് പോകുമ്പോൾ അവർക്ക് 2025 മെയ് 19 രാഹു അഷ്ടമത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ അഷ്ടമത്തിലെ രാഹുവിൻ്റെ സ്ഥിതി വീണ്ടും ചില തടസ്സങ്ങൾക്കൊക്കെ തന്നെ വഴി കാണിക്കുന്നു. അതിനെപ്പറ്റിയാണ് ഇനി പറയുവാൻ പോകുന്നത്. 2025-ലെ ശ്രദ്ധേയമായ മറ്റൊരു രാശിമാറ്റമാണ് രാഹുകേതുക്കളുടേത്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രാഹു അഷ്ടമത്തിലേക്കും കേതു അവരുടെ ധനഭാവമായ ചിങ്ങത്തിലേക്കുമാണ് രാശി മാറുന്നത്. ഇത് അവർക്കത്ര അനുകൂലമായിരിക്കുകയില്ല. കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും യാതൊരു കാരണവുമില്ലാതെ കുടുംബത്തിൽ കലഹങ്ങളും ആപത്തുകളും സന്താനങ്ങൾ മൂലം ദുഃഖവും എന്നിവയൊക്കെ ഉണ്ടാക്കിയേക്കാം. വിദേശത്ത് ജോലിക്ക് വേണ്ടി പണം കൊടുക്കുന്നവർ സൂക്ഷിക്കേണ്ടതുണ്ട്. കള്ളക്കേസിൽ പ്രതിയാകാതിരിക്കാനുമൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം, പ്രമേഹം, നേത്രരോഗം തുടങ്ങിയ അസുഖങ്ങളും ഒക്കെ അവർ കരുതിയിരിക്കണം. ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ വേണ്ട ചികിത്സകളൊക്കെ ശ്രദ്ധയോടുകൂടി നടത്തിക്കൊള്ളണം. അതുപോലെ തന്നെ ഈ കേതുവിൻ്റെ ധനസ്ഥാനത്തിലെ സ്ഥിതിയും അത്ര അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ ഇവർ രാഹുകേതു പ്രീതി വരുത്തേണ്ടതുണ്ട്. രാഹുവിനെ പ്രീതിപ്പെടുത്തുവാൻ സർപ്പസന്നിധികളിലൊക്കെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. 1000 തോറും 100 പാലും കൊടുക്കുകയും സർപ്പസന്നിധികളിൽ പുള്ളുവൻ പാട്ട് പോലുള്ള വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. കേതുവിനെ പ്രീതിപ്പെടുത്തുവാൻ ഗണപതിയെ പ്രീതിപ്പെടുത്തുകയാണ് വേണ്ടത്. ഇതൊക്കെ അവർ മറക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മെയ് 18 തുടങ്ങി 1.5 വർഷക്കാലം തൽസ്ഥിതി രാഹുകേതുക്കൾ അവിടെ തുടരുകയും ചെയ്യും. മറ്റു ഗ്രഹങ്ങളും മനുഷ്യനെ കാര്യമായി തന്നെ സ്വാധീനിക്കുന്നു. എന്നാൽ ഇവയെല്ലാം രാശിയിൽ 1 മാസവും 1.5 മാസവും ഒക്കെ നിന്നുകൊണ്ട് രാശി മാറുന്നതിനാൽ അത് വാരഫലത്തിലും ഒക്കെ ഉൾപ്പെടുത്തി പറയുവാനാണ് സാധിക്കുന്നത്. എന്നാൽ ഇങ്ങനെ 1 വർഷകാലവുമൊക്കെ നിന്നുകൊണ്ട് വ്യാഴം ശുഭഫലങ്ങൾ ഏറ്റവും കൂടുതൽ നൽകാൻ കഴിവുള്ള ഈ വ്യാഴത്തിൻ്റെ കാര്യവും ഒക്കെ ഫലപ്രവചനത്തിൽ പ്രഥമ സ്ഥാനം തന്നെയാണ് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വർഷഫലത്തിൽ വ്യാഴത്തിനെ പറ്റി ഇത്ര കാര്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിചാരവശാൽ അനുകൂലനായ വ്യാഴൻ്റെ സഹായമില്ലാതെ ജാതക സൂചനകൾ പൂർണ്ണമാകുകയില്ല താനും. അതുപോലെ തന്നെ 2.5 വർഷകാലം രാശിയിൽ നിൽക്കുന്ന ശനിയുടെ സ്വാധീനവും കാര്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. രാഹുകേതുക്കളാണെങ്കിലും 1.5 വർഷകാലമാണ് രാശിയിൽ നിന്ന് ഒരുവനെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് വർഷഫലത്തിൽ ഇവയ്ക്കൊക്കെ കാര്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വീഡിയോയിലൂടെ പറയുവാൻ ശ്രമിച്ചത്. എന്നാൽ രാശിനാഥനായ ചന്ദ്രനെ മനസ്സിലാക്കേണ്ടതുണ്ട്. രാശിനാഥനായ ചന്ദ്രൻ ഇവരെ സംബന്ധിച്ചിടത്തോളം 11-ൽ ഉച്ചമാകുന്നു. അപ്പോൾ അവർക്ക് ലാഭം ഒക്കെ ഉണ്ടാക്കുവാൻ അവരുടെ രാശിനാഥൻ ഇവരെ അനുഗ്രഹിക്കും. എന്നിരുന്നാലും ഇവരുടെ രാശിനാഥൻ ചന്ദ്രൻ 5-ൽ, അതായത് മനസ്സിൻ്റെ സ്ഥാനത്ത് ഇവർക്ക് നീചമാവുന്നു എന്നുള്ളതാണ്. ചന്ദ്രൻ്റെ സ്വഭാവം തന്നെ അറിയാമല്ലോ. വൃദ്ധിക്ഷയങ്ങളാണ് ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അതായത് ഉയർച്ചയും താഴ്ചയും ഒരുപോലെ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതാണ്. ഒരു 2.5 ദിവസം കൊണ്ടൊക്കെ തന്നെ രാശി മാറി അടുത്ത രാശിയിലേക്ക് കടക്കുന്നു. അപ്പോൾ ഈ ചന്ദ്രൻ്റെ ബലം മനസ്സിലാക്കണമെങ്കിൽ അത് സൂര്യൻ്റെ സാമീപ്യത്തിൽ നിന്ന് എത്ര അകലെയോ അപ്പോൾ അവന് ബലം വർദ്ധിക്കും. അതായത് പക്ഷബലം വേണം ചന്ദ്രന് പ്രധാനമായിട്ടും ചിന്തിക്കുവാൻ. അപ്പോൾ എന്തുകൊണ്ടും ഈ ചന്ദ്രനെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെ ആവശ്യം തന്നെയാണ് ഈ കർക്കിടക കൂറുകാർ. എന്തെന്നാൽ ഇവർക്ക് ഇവരുടെ മനസ്സിൻ്റെ ഉറപ്പിന് വേണ്ടിയും
അതുപോലെ ജാതകത്തിൽ ഇവരുടെ ചന്ദ്രന് പക്ഷബലമുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവരെ ചന്ദ്രനെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ് ഇവരുടെ ഉയർച്ചയ്ക്ക്. ചന്ദ്രനെ പ്രീതിപ്പെടുത്തുവാൻ ഇവർ ദേവീ ഭജനമാണ് ഏറ്റവും ആവശ്യമായിട്ട് കാണേണ്ടത്. അതായത് ദേവീ ക്ഷേത്രങ്ങളിൽ ദർശിക്കുകയും തിങ്കളാഴ്ച ദിവസങ്ങളിൽ സന്ധ്യ നേരത്തെ ദീപാരാധനയൊക്കെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉപകാരപ്പെടും. ലളിതാ സഹസ്രനാമം അതുപോലെ തന്നെ ദേവീ മാഹാത്മ്യം ഇവയുടെയൊക്കെ പാരായണം ചെയ്യുന്നത് ഏറ്റവും ഉപകരിക്കും. അവരുടെ ജീവിത ഉയർച്ചയ്ക്ക് ഇത് വളരെ ഉപകരിക്കുമെന്ന് മനസ്സിലാക്കണം. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്നത് ദശ അനുകൂലമോ എന്ന് മനസ്സിലാക്കുവാൻ അവരവരുടെ ജനന സമയം അടിസ്ഥാനമാക്കിയുള്ള ദശ അപഹാര കാലങ്ങളെ അറിയേണ്ടത് അത്യാവശ്യമാണ് എന്നതാണ്. അതായത് ദശാനാഥനും അപഹാരനാഥനും അനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാരവശാലുള്ള ഫലം ഗുണഫലമെങ്കിൽ ആവുകയുള്ളൂ. ദോഷഫലമാണെങ്കിൽ ദശ അനുകൂലമല്ലെങ്കിൽ ദോഷങ്ങൾ കൂടുതൽ ശക്തമായിട്ട് തന്നെ അനുഭവിക്കേണ്ടി വരും താനും. അപ്പോൾ പ്രധാനമായിട്ടും ദശനാഥനെയും അപഹാരനാഥനെയും പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്രജാതർ അവരവരുടെ ദശാനാഥനെയും അപഹാരനാഥനെയും പ്രീതിപ്പെടുത്തിക്കൊണ്ടും രാശിനാഥനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടും അവരുടെ ചാരവശാലുള്ള ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും അവരുടെ ഈ ഒരു 2025 എന്ന വർഷം ഏവർക്കും ശ്രേയസ്കരമാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി, നമസ്കാരം.